ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ദൈവദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അന്നവും വസ്ത്രവും മുട്ടാതെ ഞങ്ങൾക്ക് തന്ന് രക്ഷിക്കുന്ന അങ്ങ് മാത്രമാണ് ഞങ്ങൾക്കൊരേയൊരു ഈശ്വരൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പരമപ്രധാനമാണ്. അവൻ്റെ ശരീരം നിലനിൽക്കണമെങ്കിൽ അന്നം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ശരീരത്തിനൊരു പേരുകൂടിയുണ്ട്, അന്നമയകോശം എന്നാണ് പറയുന്നത്. അന്നത്താൽ പോഷിപ്പിക്കപ്പെടുന്നത്, നിലനിർത്തപ്പെടുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ സാരം. അപ്പോൾ ഈ ശ്ലോകത്തിലും ഇത് തന്നെയാണ്. അന്നവും വസ്ത്രവും മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ഈ 2 കാര്യങ്ങൾ. 1 അന്നം, 2 വസ്ത്രം. ഈ വസ്ത്രത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്നം കേവലം നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആഹാരം എന്നതുപോലെ തന്നെ മനസ്സിന്, അതുപോലെ നമ്മുടെ ആത്മപോഷണത്തിനായി ഈശ്വര ചിന്ത അതും അന്നം തന്നെയാണ്. അതുപോലെയുള്ള ആധ്യാത്മിക വിഷയങ്ങളിലുള്ള പഠനം, ഇതെല്ലാം അന്നത്തിൻ്റെ ഒരു ഭാഗമാണ്. തീർന്നില്ല, വസ്ത്രം. അത് യഥാർത്ഥത്തിൽ എന്താണ്? സൃഷ്ടിതത്വം ആകുന്ന ബ്രഹ്മതത്വത്തെ മറയ്ക്കുന്ന മായാതത്വമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മായാതത്വം തലാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ വ്യക്തികളും ആ മായയെ അതിക്രമിച്ച് സാക്ഷാൽ ബ്രഹ്മതത്വത്തെ അറിയുവാൻ നമുക്ക് മായാതത്വം കൂടിയേ തീരൂ. കാരണം ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിൻ്റെ മഹത്വം, അതിൻ്റെ ഗുണം എന്താണ് എന്ന് സാധാരണ വ്യക്തിക്ക് മനസ്സിലാവും. ഇത് മനസ്സിലാക്കി കൊടുക്കുവാനാണ് ഇവിടെ അന്നവും വസ്ത്രവും മുട്ടാതെ തന്ന് രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇവിടെ ഏകഭാവത്തിലുള്ള ആ സാക്ഷാൽ ബ്രഹ്മതത്വത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. എല്ലാവർക്കും നമസ്തേ.